മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായി. ഊട്ടി കുന്നൂറാണ് ലൊക്കേഷൻ കാണിച്ചത്. ഇന്നലെ ഒരു 8:30 ഫോൺ വിളിച്ചപ്പോൾ ഫോൺ ഓണായി. ഫോൺ എടുത്തത് ശരത്താണ് വിഷ്ണുവിന്റെ ഫ്രണ്ട്. വിഷ്ണുവിന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ ആളാണ് ശരത്ത്. ഞാൻ അപ്പോൾ ഫോണ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ വേറെ ഫോണിന്ന് പോലീസിനെ വിളിച്ചിട്ട് ഫോൺ ഇപ്പോൾ ഇത് സംസാരിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ കട്ട് ചെയ്തപ്പോ ഞാൻ ശരത്തിനെ വിളിച്ചു. ഇങ്ങനെ രതീഷ് വിളിച്ചപ്പോ നീ അറ്റൻഡ് ചെയ്തല്ലോ, അപ്പൊ ഇത് വിഷ്ണുവിന്റെ ഫോണാണല്ലോ അറ്റൻഡ് ചെയ്തത്, അപ്പൊ വിഷ്ണു അവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല, അത് ഞാൻ വിഷ്ണുവിനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ രതീഷ് വിളിച്ചപ്പോ അത് കണക്ട് ആയതാന്നാ പറയുന്നത്. വിഷ്ണുജിത്തിന്റെ ഫോൺ കോൾ ഫോർവേഡ് ചെയ്തത് ശരത്തിന്റെ ഫോണിലേക്കാണ്. എന്നാൽ വിഷ്ണുവിനെ അങ്ങോട്ടാണ് വിളിച്ചതെന്നും മറ്റാരോ ആണ് ഫോൺ എടുത്തതെന്നും ശരത്ത് 24-നോട് പറഞ്ഞു. വിഷ്ണുവിനെ കോൾ ചെയ്ത് ഒരു 7-8 മണിക്കായിരുന്നു. ഫോൺ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ ഓൺ ആയിരുന്നു. പക്ഷെ ഫോൺ എടുത്തത് വേറെ ഒരാളായിരുന്നു. ഫോൺ എടുത്തവർ എന്നോടൊന്നും പറഞ്ഞില്ല. അത് അറിയുന്ന ആൾക്കാരായിരുന്നു ഫോൺ എടുത്തത്. ആ ടൈമിൽ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിരുന്നു. വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട്, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്തതിന് അപ്പോൾ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്ത് കൊടുത്തിരുന്നു. ഏറ്റവും അവസാനമായി വിഷ്ണുജിത്തിനെ കണ്ടത് മിസ്സാവുന്ന 4-ാം തീയതി 3 മണിക്കാണ് ഞാൻ വിഷ്ണുവിനെ കണ്ടത്. ആ പണം കൈമാറാൻ വേണ്ടിയിരുന്നു വിഷ്ണുവിനെ ഞാൻ കണ്ടത്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇതിൽ കോൾ ഫോർവേഡ് ഉണ്ടായിരുന്നത് ശരത്താണ് സംസാരിച്ചത് എന്ന് കുടുംബം പറയുമ്പോൾ ശരത്ത് മറ്റൊരു വിശദീകരണമാണ് നൽകുന്നത്. ഇതിലിപ്പോൾ എന്താണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? വ്യക്തത വന്നിട്ടുണ്ടോ? അനുജ, ഇന്നിപ്പോൾ വിഷ്ണുജിത്തിനെ കാണാതായിട്ടെന്ന് 6ാമത്തെ ദിവസമാണ്. പോലീസിന് ഇതേ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് ഇന്നാണ്. കാരണം ഈ 6 ദിവസങ്ങൾക്ക് ശേഷം വിഷ്ണുജിത്തിന്റെ ഫോൺ ഇന്നലെ രാത്രിയാണ് ഓണായത്. ഈ ഓണായ സമയത്ത് അതിന്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ഊട്ടി കുന്നൂർ എന്നുള്ള സ്ഥലമാണ്. ആദ്യം കോയമ്പത്തൂർ മേഖലയിലാണ്, തമിഴ്നാട്ടിലേക്ക് പോയി എന്നുള്ളത് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ആദ്യത്തെ പരിശോധന എന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി മുതൽ അത് ഊട്ടി മേഖല, മേട്ടുപ്പാളയം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തി. പക്ഷേ ആ ഫോൺ ആദ്യം ഈ വീട്ടുകാർ വിളിച്ചപ്പോൾ ആദ്യം കിട്ടിയത് ശരത്തിനായിരുന്നു. പിന്നീട് ഫോൺ അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ഫോണിന്റെ റിംഗ് അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആരും അത് എടുത്തിരുന്നില്ല. ഇങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ അച്ഛൻ ചേരുന്നുണ്ട് വിഷ്ണുജിത്തിന്റെ. ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വിളിച്ചത്? എന്താ സംഭവിച്ചത്? ഒരു 7-7:30 മണിയാകുമ്പോൾ മരുവൻ വിളിച്ചായിരുന്നു. അപ്പോൾ ഫോൺ ഓണായി. ഫോൺ എടുത്തത് ശരത്താണ്. അപ്പോൾ ശരത്തിനോട് പിന്നെ വിഷ്ണുവിൻ്റെ ഫോൺ നിൻ്റെ കയ്യിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കണക്ട് ആയതാണോ എന്താന്നുള്ളത് അറിയില്ല. റിംഗ് ചെയ്തിരുന്നോ? അതിനുശേഷം പിന്നെ ബിസിയെ കാണിച്ചത്. ഫുള്ള് ബിസി ആയിരുന്നു, തിരക്കിലാന്നാ പറഞ്ഞത്. തിരക്കിലാന്നല്ല, ബിസി ആയിട്ടാണ് തോന്നിയത്. ഫോൺ ബിസി എന്നാണ് കാണിക്കുന്നത് അല്ലേ? അപ്പം തന്നെ നിങ്ങൾ പോലീസിൽ അറിയിച്ചു? അപ്പം തന്നെ വിവരം അറിയിച്ചു. പിന്നെ പോലീസിൽ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. CIനെ വിളിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞായിരുന്നു. ഈ ശരത്തിന്റെ ഫോൺ ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യമുള്ളത്. ഈ 4-ാം തീയതി തന്നെയാണ് വാട്സപ്പ് നോക്കിയിരിക്കുന്നത്. 4-ാം തീയതിയാണ് വൈകിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ വഴിക്കും വീട്ടുകാരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടതുകൊണ്ട് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന 2 വിഭാഗങ്ങളിലായിട്ടാണ്, 2 ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏകദേശം 90,000 രൂപ വിഷ്ണുജിത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പണം മറ്റാർക്കെങ്കിലും കൊടുക്കാനാണോ അതോ സ്വന്തം ആവശ്യങ്ങൾക്ക് അവിടെ ചെലവഴിക്കാനാണോ, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഇനി വ്യക്തത വരണം. അതേക്കുറിച്ചിട്ടൊന്നും വീട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു ചിത്രം നിലവിൽ ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശരത്ത് ഇപ്പോൾ ഉള്ളത് കഞ്ചിക്കോട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പോലീസിന്റെ കൂടെ സഹായിച്ച ആളുമാണ് ശരത്ത്. അപ്പോൾ ശരത്തിന്റെ ഫോൺ ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിലേക്ക് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോയമ്പത്തൂരിലുള്ള ആളുകളെ ബന്ധപ്പെടുന്നതിന് വേണ്ടി വിഷ്ണുജിത്തിന് സ്വന്തമായി ഒരു ഫോൺ, അവിടുത്തെ ഫോണും അവിടുത്തെ സിമ്മുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയുണ്ട്. അമ്മ വളരെ വിഷമത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ വിഷമത്തിലാണ്. ഇപ്പോൾ ഫോൺ ഏകദേശം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു പോലീസിന് ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണോ വിളിച്ചത്? ഇന്നലെ രാത്രിയാണ് വിളിച്ചത്. വിളിച്ചപ്പോൾ റിങ് ചെയ്ത് എടുത്തു. ശരത്താണ് എടുത്തത്. പക്ഷെ അതെങ്ങനെയോ കണക്റ്റ് ആയി എന്നാണ് അവൻ പറയുന്നത്. അറിയില്ല, അവൻ എവിടെയാണെന്ന് അറിയില്ല. ഊട്ടിയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അവനിഞ്ഞിപ്പോൾ പോലീസുകാരെന്തെങ്കിലും ചെയ്യുമോ, നാട്ടുകാരെന്തെങ്കിലും ചെയ്യുമോ, വീട്ടുകാരെന്തെങ്കിലും പറയുമോ കരുതി വരാതിരിക്കണമെന്ന് എനിക്കറിയില്ല. ആരുടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവന് ഉറപ്പ് കൊടുക്കണം, എന്നാലേ അവൻ വരുള്ളൂ. അവനവിടെ ഉണ്ട്, അത് ഉറപ്പാണ്. അപ്പം ആരുടെ ഭാഗത്തുനിന്നും അവന് ഒരു പ്രഷറും ഉണ്ടാവരുത്.
അങ്ങനെയാണെങ്കിൽ അവൻ വരില്ല. പിന്നെ പോലീസുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ വീട്ടുകാരൊന്നും അവനൊന്നും പറയും. അങ്ങനെ എന്തെങ്കിലും സൂചന പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അറിയിപ്പ് വന്നോ? അവനെവിടെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വരാതിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആരുടെ ഭാഗത്തുനിന്നും അവനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഒരു ഉറപ്പ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവൻ വരും. എനിക്ക് ഉറപ്പാണ് അവൻ വരും. അങ്ങനെയാണ് അമ്മ പറയുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഊർജിതമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഒരു സ്ഥലം കിട്ടിയതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ വളരെ നിർണായകമായിട്ടുള്ള ആ വാർത്ത കണ്ടെത്താൻ കഴിയും വിഷ്ണുജിത്തിനെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബവും മറ്റെല്ലാവരും ഉള്ളത്. അതാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ ഇന്നലെ ഒരു തവണ ഓണായി. അപ്പോൾ ലൊക്കേഷൻ കാണിച്ചത് കുന്നൂരാണ്. പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ഫോൺ എന്നുള്ളതാണ്. ഏതായാലും നിർണായക വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കും. വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്.